നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ, പ്രതിഷേധങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ പരീക്ഷ റദ്ദാക്കണമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നതാണ്. ഇനിയിപ്പോൾ അന്തിമ തീരുമാനം എടുക്കേണ്ടത് അത് സുപ്രീം കോടതിയാണെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. CBIയും കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും അവരെ നമ്മൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇന്ന് വൈകിട്ട് 5 മണിയോടെ ഈ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നെ ഈ പരീക്ഷയുടെ പവിത്രത കളങ്കപ്പെടുത്തി എന്നുള്ള ചില നിരീക്ഷണങ്ങൾ കൂടി സുപ്രീം കോടതി പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ സുപ്രീം കോടതി ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കുമോ, പരീക്ഷ റദ്ദാക്കപ്പെടുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്, അതൊരു അവസാനഘട്ട നടപടിയെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അത്തരം വാർത്തകൾ കൂടിയുണ്ട്. അപ്പം ഹാത്രസ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഭോലെ ബാബയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ, ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ നിന്നുള്ള മറ്റെന്തൊക്കെ വാർത്തകൾ എന്നുള്ളത്, പിന്നെ ഏറ്റവും പ്രധാനമായി കാലാവസ്ഥ, ഉത്തരേന്ത്യയിലെ കാലാവസ്ഥ കൂടി അറിയേണ്ടതുണ്ട്. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സജു, ഇന്നിപ്പോൾ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതോടുകൂടെ ഈ കാര്യത്തിൽ ഇന്ന് എന്തെങ്കിലും നിർണായക തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ജിൽസി, എന്തായാലും സുപ്രീം കോടതി നാളെയാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഈ കേസ് പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും CBIയും ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ടും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കണമെന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് വ്യക്തമാക്കിയത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ്, സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കേസ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർന്നു എന്നത് എന്തായാലും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമ്മതിച്ചിരിക്കുകയാണ്. അതായത് രാജ്യത്ത് ഏതെങ്കിലും ഒറ്റ സ്ഥലത്ത് മാത്രം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ ബാക്കി 23 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്തുക എന്നുള്ള നയത്തിലേക്കൊക്കെ നീങ്ങാൻ സുപ്രീം കോടതി വാക്കാൽ തന്നെ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു പഠനം അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കൃത്യമായ വിവരം ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനിയും റീടെസ്റ്റ് വേണോ, അതായത് നീറ്റുമായി ബന്ധപ്പെട്ടുള്ള പുനഃപരീക്ഷ വേണോ എന്നുള്ള കാര്യത്തിലേക്ക് സുപ്രീം കോടതി തീരുമാനമെടുക്കാൻ പോകുക. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ സർക്കാർ നൽകാൻ പോകുന്ന സത്യവാങ്മൂലം തന്നെയാണ്. അതോടൊപ്പം തന്നെ ദേശീയ പരീക്ഷാ ഏജൻസിയും അതുപോലെ തന്നെ CBIയും ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ തൽസ്ഥിതി റിപ്പോർട്ടൊക്കെ സമർപ്പിക്കണം. എത്ര കുട്ടികൾ പരീക്ഷ എഴുതി, കഴിഞ്ഞ വർഷത്തെ മാർക്കിൻ്റെ ശതമാനം എത്രയായിരുന്നു, അതിൽ എത്ര പേർക്കാണ് മുഴുവൻ മാർക്ക് ലഭിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ, വിശദമായ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച സുപ്രീം കോടതി ഈ വിഷയത്തിന്മേൽ ആരാഞ്ഞത്. പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളായിരുന്നു NDAയോട് സുപ്രീം കോടതി ചോദിച്ചത്. അതിന് കൃത്യമായ ഉത്തരം നൽകാൻ കേന്ദ്ര സർക്കാരിനും സോളിസിറ്റർ ജനറലിനും നൽകാൻ കഴിയാതെ വന്നതോടെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇതിന്മേലുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് 5 മണിക്കകം കൃത്യമായ വിവരങ്ങൾ സുപ്രീം കോടതിയിൽ നൽകേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നതെന്ന് പറയുന്നത് ഹാത്രസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ്. ഹാത്രസിൽ ആൾദൈവം ഭോലെ ബാബ എവിടെയാണെന്നുള്ള ചോദ്യം ഇപ്പോഴും ആ ചോദ്യത്തിന് മുമ്പിൽ ഇപ്പോഴും ഹാത്രസ് പോലീസ് നിസ്സഹായരായിട്ട് നിൽക്കുകയാണ്. അതായത് സംഭവം കഴിഞ്ഞ് ഏകദേശം 8 ദിവസം പിന്നിട്ടിട്ടും അദ്ദേഹം എവിടെയാണെന്ന് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. അദ്ദേഹം ഉത്തർപ്രദേശിന് പുറത്ത് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തെത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെയും പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും പോലീസ് സേനയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ അദ്ദേഹത്തിനുള്ള ആ ഒരു ബന്ധമാണ് ഈ കഴിഞ്ഞ FIR റിപ്പോർട്ടിലും അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിലും അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാതെ പോയതെന്നുള്ള വിവാദങ്ങളൊക്കെയും ഇപ്പോഴും വലിയ രീതിയിൽ ചൂട് പിടിച്ച് വരികയാണ്. എന്തായാലും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഹാത്രസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെയും ഏറ്റവും പ്രധാനമായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജിൽസ് സൂചിപ്പിച്ച പോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിശക്തമായ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, അസം പോലുള്ള സംസ്ഥാനങ്ങളിലാണ് മഴയുടെ ശക്തി ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്നത്. അസമിൽ ഇപ്പോഴും വെള്ളപ്പൊക്കം തുടരുകയാണ്. അസം, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള മഴ ഇപ്പോഴും തുടരുകയാണ്. 79 ജനങ്ങളാണ് ഇതുവരെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായി മാത്രമായിട്ട് മഴക്കെടുതി മൂലം മരണപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ശക്തമായ മഴ തുടരുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലതുപോലെ തന്നെ വടക്കൻ സംസ്ഥാനങ്ങളിലും തെക്കൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് തന്നെ ഇത്തരത്തിലുള്ള മഴക്കെടുതികൾ നിലനിൽക്കുകയാണ്.